ശരിയാ. ഈ മരണവും അല്ലെ, ഈ ജനനം പോലെ തന്നെ മരണവും ആഘോഷമാക്കണം എന്നിങ്ങനെ MD പറഞ്ഞതായിട്ടൊരു വാക്ക് ഐശ്വര്യ പറഞ്ഞപ്പോ കേട്ടോ. മരണവും പിറവി പോലെ തന്നെ ആഘോഷമാക്കേണ്ട ഒന്നാണ്. ജനനം പോലെ സ്വർഗം തുറക്കുന്ന സമയം എന്നാണ് പറയുന്നത്. അത് MDയുടെ തന്നെ വാക്കുകളാണത്. MDയുടെ ഓരോ വാക്കുകളും എടുത്തു നോക്കിയാൽ എല്ലാത്തിലും MD നല്ലൊരു കാമുകനാണ്. എഴുത്തിലൂടെ ഇത്രയും ഭംഗിയായി പ്രണയിക്കാൻ അറിയാവുന്ന ഒരാള്, അത് മഞ്ഞ് മാത്രം മതി. അതെ, മഞ്ഞിലെ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, പ്രേമലേഖനം എഴുതില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, വെറുതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആ ഒരു വരിയിലൊക്കെ നമ്മൾ അഡിക്റ്റഡ് ആയി പോയ ഒരു കാലമുണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു 5 തലമുറയെങ്കിലും MDയുടെ എഴുത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പറയുന്ന ഡിജിറ്റൽ യുഗത്തിൽ പോലും. അപ്പം നമ്മൾ ഇത് പറയുമ്പോഴേ നമ്മൾ തുടങ്ങി വെച്ചത് പിന്നെ മരണവും ജീവിതവും എന്ന് പറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇപ്പോൾ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഒക്കെ ഒരു വേള കണ്ടിറങ്ങിയവർ ചിലരൊക്കെ പറഞ്ഞത്, അവരൊക്കെ പറഞ്ഞത് MD തിരിച്ചു വരും, MD ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും പറഞ്ഞു. അതിൻ്റെ കാരണം അവർ പറഞ്ഞത്, ഈ സുഹൃതം സിനിമ കണ്ടിട്ടുണ്ടല്ലോ, സുഹൃതം കണ്ടിട്ടുണ്ട്. സുഹൃതം സിനിമയിൽ അതായത് MDയുടെ ഓരോ സൃഷ്ടിയിലും അദ്ദേഹമുണ്ട്. MDയോട് ആരോ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ആത്മകഥ എഴുതാത്തതെന്ന്. അപ്പോൾ അന്ന് MD പറഞ്ഞു, ആത്മകഥ ഞാൻ എഴുതുന്നില്ല, എഴുതാത്തതിൻ്റെ കാരണം എനിക്ക് എൻ്റെ കഥകളിലൊക്കെ തന്നെ ഞാനുണ്ട്, പിന്നെ എൻ്റെ ആത്മകഥാംശമുള്ളപ്പോൾ പിന്നെ ഞാൻ ഇതിന് വേറെ എൻ്റെ ആത്മകഥ എഴുതണമെന്ന് പറഞ്ഞു. ഈ സുഹൃതത്തിൽ അദ്ദേഹം എന്ന കഥാപാത്രം ആണ് മമ്മൂട്ടി അവതരിപ്പിച്ച കഥ. അദ്ദേഹം മലയാളത്തിൽ ഒരു പ്രമുഖ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അന്ന് അദ്ദേഹത്തിന് കലുഷമായ എന്തോ അസുഖം എന്താണെന്ന് എനിക്കറിയില്ല, പനി വന്നത് ഭയങ്കര അറിയാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ 50 വയസ്സിലോ മറ്റോ ആണ്, ജ്ഞാനപീഠം കിട്ടുന്നതിന് മുമ്പാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ 60 വയസ്സിൽ ജ്ഞാനപീഠം കിട്ടിയ ആളാണ്. അതെ, അപ്പോൾ ജ്ഞാനപീഠം കിട്ടിയിട്ട് തന്നെ 20 വർഷം വരെ ആവാറായി MDക്ക് ജ്ഞാനപീഠം കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹം ആ പത്ര ഓഫീസിൽ നിന്ന് അദ്ദേഹം പോയി കഴിഞ്ഞ് മരണത്തോട് മല്ലിടുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഈ പത്രത്തിലുള്ളവർ എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹത്തിനെ കുറിച്ച് പ്രമുഖരുടെ ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ തന്നെ പല പത്ര ഓഫീസിലും VSൻ്റെയൊക്കെ സ്റ്റോറികൾ റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ വേറെ പലരുടെയും സ്റ്റോറികൾ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത്തരത്തിൽ അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക്, അപ്പോൾ അദ്ദേഹം മരണത്തോട് മല്ലിട്ട് അദ്ദേഹം ജീവിതവും മരണവും തമ്മിൽ ആ നൂൽപ്പാലത്തിൽ കൂടെ നടന്ന് ജീവിതത്തിലേക്ക് അദ്ദേഹം ഒരു വേള തള്ളിയിടപ്പെട്ട് അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്ന് ഇതേപോലെ ടേബിളിൽ നിന്നിരുന്ന് ഡ്രോ തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സഹിതമുള്ള ഒരു പേജ് ഞങ്ങളൊക്കെ പത്രത്തിൽ വരുമ്പോഴത്തേക്ക് അത് പ്രിൻ്റാക്കി എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ഇതിൽ ഫ്ലാപ്പിൽ ഇത് ഒട്ടിച്ചിട്ട് അതിനെ പിന്നെ ഫിലിമാക്കിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്ലാപ്പിൽ ഒട്ടിച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഇതേപോലത്തെ കാർഡ് പേപ്പറിൽ നമ്മൾ വാർത്ത എടുത്ത് അതിനെ ബോക്സ്, ഹെഡിങ്, വാർത്ത, ഫോട്ടോ സഹിതമൊക്കെ ഇങ്ങനെ ലേഔട്ട് എന്ന് പറയും. ഇപ്പൊ നേരത്തെ തന്നെ അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എവിടെയാണ്? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണ്. ഇത് നമ്മൾ പത്രത്തിൽ. അപ്പൊ അങ്ങനെ അദ്ദേഹം വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇതിലിങ്ങനെ മേശയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അത് അയാളെ വല്ലാതെ തളർത്തി. എന്ന് വെച്ചാൽ താൻ മരിക്കും എന്നിവരെല്ലാം കരുതിയോ, ഇവരെല്ലാം ഇത് തയ്യാറാക്കി വെച്ചോ. അതാണ് അദ്ദേഹം സുഹൃതം എന്ന സിനിമയാക്കി അദ്ദേഹം ചെയ്തത്. അത് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും, രവിശങ്കർ എന്നോ മറ്റോ ആണ് കഥാപാത്രത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ക്യാൻസർ പേഷ്യൻ്റായ ഭാര്യയെ ഒരു വേള കൂട്ടുകാരന് ഇനി നീ ഇവളോടൊപ്പം ജീവിച്ചോ എന്ന് പറഞ്ഞു വരെ ഭാര്യയെ പോലും അദ്ദേഹം സേഫാക്കി. എല്ലാം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു സ്ത്രീ മനസ്സും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനും അങ്ങനെ അങ്ങ് പിടിക്കാൻ പറ്റിയിട്ടില്ല, മനുഷ്യനെ തന്നെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീ മനസ്സ് തന്നെ അവിടെ അതിഭീകരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഗൗതമി ഒരു വേള ഇവൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഗൗതമി അപ്പോഴത്തേക്കും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മനോജ് കെ ജയൻ ചെയ്യുന്ന കഥാപാത്രം, അതായത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് നൽകി കഴിയുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇനി ഞാൻ തിരിച്ച് നിങ്ങളിലേക്ക് വരും എന്നൊരു ചോദ്യം. കാര്യം ഇവർക്ക് എങ്ങനെയെങ്കിലും അങ്ങേരെ അങ്ങ് ഒഴിവാക്കിയാൽ മതി എന്നാവും. കാര്യം അയാൾക്കാകെ അയാളുടെ സപ്പോർട്ടറിന്, അയാളുടെ കളിക്കൂട്ടുകാരി, അയാളുടെ പിന്നെ ശാന്തികൃഷ്ണ ചെയ്ത വേഷം, അതായത് അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണ്. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ആ ഒരു വല്ലാത്ത ഒരു ഇഴ കീറിയുള്ള ഒരു വല്ലാത്ത, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ
അദ്ദേഹം പ്രണയത്തെക്കുറിച്ച് പറയും, പിന്നെ അല്ലാതെ ജീവിതത്തിന്റെ ഇത്തരം വശങ്ങളെക്കുറിച്ച് പറയുക. സുഹൃതത്തെ പറ്റി പറയുമ്പോൾ സുഹൃതത്തിൽ ഇതുപോലൊരു ഈ പത്രക്കുറിപ്പ് കാണാനിടയായ സാഹചര്യം നമ്മൾ പറയുന്നുണ്ട്. അത് സുഹൃതത്തിൽ കാണുന്നത് ഓക്കെ, പക്ഷെ ഇപ്പോൾ റിയൽ ലൈഫിൽ എം ഡിയുടെ കാര്യം ഒന്ന് എടുത്തു നോക്കാവോ? ശരിക്കും ആ ഒരു സംഭവത്തിന് പുള്ളിക്കാരന് അന്ന് ബുദ്ധിമുട്ട് തോന്നിയതാണെങ്കിൽ ഇന്ന് നമ്മുടെ പത്രക്കാർക്ക് നല്ലൊരു അടി കൊടുത്തിട്ടല്ലേ ഇന്നലത്തെ ദിവസം ആള് പോയത്? ഒന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹത്തിന്റെ ഇന്നലെ പത്ര സ്ഥാപനം എന്തായാലും 2-3 ദിവസങ്ങളായിട്ട് ഇത് എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇന്നലെ അവധി ദിവസം ഇന്ന് വന്നപ്പോ അവരുണ്ടാക്കി വെച്ചതൊന്നും നമുക്ക് പുറത്തിടാനില്ല. അതിനപ്പുറം പത്രക്കാർക്ക് ആഘോഷിക്കാനുള്ളൊരു അവസരം കൊടുക്കാതെയാണ് പല മധുര പ്രതികാരം ചെയ്തിട്ടാണ് എം ഡി പോയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കുഞ്ഞു പ്രതികാരം തന്നെയാണത്. ആർക്കും കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ട് കിടക്കുന്നത് കൊണ്ട് പത്രക്കാരുടെ ഒരു ഇത് വെച്ചിട്ട് എന്തായാലും ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. പക്ഷെ അത് ഓൺലൈൻ മാത്രമായിട്ട് ഒതുക്കേണ്ടി വന്നു. അതും സുഹൃതമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒരു സുഹൃതം എന്ന സിനിമ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ട്രൈക്കിങ്. ഇപ്പൊ ഹരികുമാർ എന്നൊരു സംവിധായകനാണ് ഈ പടം സംവിധാനം ചെയ്തത്, സുഹൃതം. പിന്നെ സദയം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. സിബി മലയിൽ എന്ന സംവിധായകന്റെ കരിയറിലെ ഏറ്റവും ബുക്ക് മാർക്കായിട്ടുള്ള ഒരു സിനിമയാണ് സദയം. കണ്ടിട്ടുണ്ടാവും. മാധു ചെയ്തൊരു കഥാപാത്രം. അതിൽ മോഹൻലാലിന്റെ കഥാപാത്രം, അത് ലാസ്റ്റ് ആ മാധുവിനെ കൊല്ലുന്നൊരു രംഗമൊക്കെ ഉണ്ട്. ശരിക്കും അതൊരു ഭയങ്കര സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് നമുക്ക് ഒരു സാധാരണക്കാരന് ആ ഒരു കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവന് ഹിസ്റ്റീരിയ പോലെയൊക്കെ ആയിപ്പോവും. കാര്യം സിബി മലയിലിന്റെ മാസ്റ്റർ പീസാണ് ആ സാധനം. പക്ഷെ സുഹൃതത്തിന്റെ ഇടയിൽ വന്നിട്ടുള്ള പിന്നൊരു കോൺട്രവേഴ്സി ഒരു ടൈമിൽ വന്നു. ആനിയമ്മ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരി പ്ലസ് ലെക്ചറാണ്, പ്രൊഫസറാണ്. അവരുടെ ഒരു ഞാൻ ഓർക്കുന്നില്ല ശരിക്കും ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ കോപ്പിയാണ്. അങ്ങനെയല്ല, ആ പുസ്തകവുമായിട്ട് സാമ്യമുണ്ട് സുഹൃതത്തിനെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊരു കോൺട്രവേഴ്സി വന്നിരുന്നു. അത് ആ സമയത്ത് അവർ പുറത്ത് വിടാണ്ട് പിന്നീട് അതിനെപ്പറ്റി വന്നിരുന്നു. അവരുടെ പുസ്തകം പ്രകാശനം ചെയ്ത കൂട്ടത്തില് രാജേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു, നടൻ. അപ്പോ അദ്ദേഹം മേ ബി ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞതായിരിക്കും. നരേന്ദ്ര പ്രസാദ്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് വഴി ആയിരിക്കാം ഈ ഒരു കണ്ടന്റ് വന്നിട്ട് സ്പ്രെഡ് ആയത്. അത് കഴിഞ്ഞ് തിരക്കഥ ഒരുക്കുക മാത്രമാണ് ചെയ്തത് സുഹൃതത്തിന്റെ. എനിക്ക് തോന്നുന്നു പുസ്തകമായിട്ട് ഇറക്കിയ ഒരു സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കഥയാണ്. അപ്പോ അതിന്റെ ഒരു ഇതിലേക്ക് വരുന്നത് അതിന്റെ ഒരു ഭയങ്കരമായിട്ട് സാമ്യം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനു മുമ്പേ ആനിയമ്മ ഇറക്കിയ പുസ്തകം നമ്മൾക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അല്ല, അതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരാൾ കോപ്പി അടിച്ചു ഒരിക്കലും പറയാൻ പറ്റില്ല. സിനിമാക്കാരുടെ ഇടയിലുള്ള ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഇപ്പം ഞാൻ പറയാം. ഇപ്പം എം ഡി എന്ന എഴുത്തുകാരനും ടി പത്മനാഭനും തമ്മിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇപ്പൊ ടി പത്മനാഭൻ എം ഡിയേക്കാളും മൂത്ത ആളാണ്. അദ്ദേഹം ഇന്ന് വേദനയോട് പറയുന്നുണ്ട്, ഞാനും വാസുവും തമ്മിൽ വളരെ അടുപ്പത്ത്. കാര്യം ഇവർ തമ്മിൽ ആശയപരമായിട്ട് ഒട്ടും വാസുവിനെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു, ടി പത്മനാഭന്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ആശയപരമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ഇഷ്ടക്കേടുകളും ഇഷ്ടമില്ലായ്മകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ. പിന്നെ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് ഒരു വലിയ പത്രത്തിന്റെ, കേരളത്തിലെ ഒരു വലിയ പത്രത്തിന്റെ മാഗസിൻ, അതായത് വീക്കിലിയുടെ പത്രാധിപരായിരുന്നു. അന്ന് എഴുത്തിന്റെ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായിരുന്ന പല എഴുത്തുകാരെയും അദ്ദേഹം കടത്തി വിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എം മുകുന്ദൻ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കഥ എം ഡിയുടെ അടുത്ത് എത്തുകയാണ്. എം മുകുന്ദന്റെ കഥ എഡിറ്റ് ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. എം മുകുന്ദൻ ഇന്നും പറയുന്നുണ്ട്, എൻ്റെ കഥ ആദ്യം എഡിറ്റ് ചെയ്തത് എം ഡി ആണ് എന്ന്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകൾ നമ്മൾക്ക് ഒരു ചെറുപ്പത്തിലൊക്കെ വായനയോടൊരു ഇത് തോന്നി തുടങ്ങുന്ന സമയത്ത്, എപ്പോഴും 10ൽ പഠിക്കുമ്പോഴാണ് പറ്റിയാന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് എൻ്റെ ടീച്ചർ എനിക്ക് ഗിഫ്റ്റായിട്ട് തരുന്ന ഒരു പുസ്തകമാണ് മഞ്ഞ എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഞാൻ ആലോചിക്കും, എനിക്ക് അത്രയ്ക്കുള്ളത് വായിക്കാനുള്ള ഇത് അറിവൊന്നും ആയിട്ടില്ല. പക്ഷെ അത് മനസ്സിലാവാനുള്ളത് ഞാൻ ഉണ്ടോ എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞ് അതാണ് വായന, അതാണ് കുറച്ചും കൂടെ പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ അത്രയും നാൾ വായിച്ചവയെ ചെറുതാക്കുകയല്ല, പക്ഷെ മഞ്ഞ് പോലൊരു സാധനം വായിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് ഞാൻ വന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ വായനയും അതിന് മുമ്പുള്ള വായനയും, മഞ്ഞ് കഴിഞ്ഞിട്ടുള്ളതും മഞ്ഞിന് മുമ്പും അത് തമ്മിൽ എനിക്ക് ഭയങ്കര ഒരു കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യത്യാസം എനിക്ക്. തീർച്ചയായിട്ടും അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മഞ്ഞ് മാത്രമല്ല, അന്ന് വരെ താങ്കൾ വായിച്ചു വന്ന ചിലപ്പോൾ പൈങ്കിളി കഥകൾ, നമ്മളൊക്കെ വായിച്ചു വന്ന ചിലപ്പോൾ പൈങ്കിളി കഥകളൊക്കെ ആയിരിക്കും. ഇപ്പൊ മുട്ടത്തുവർക്കി നോവലുകളൊക്കെ വായിക്കാത്തവരാരും തന്നെ ഇല്ല. മുട്ടത്തുവർക്കി നോവലുകൾ, അല്ലാതെയുള്ള നോവലുകൾ, CV നിർമ്മല, നമ്മൾ മംഗളത്തിലൊക്കെ പഴയ എഴുത്തുകാർ, ബാറ്റൻ ബോസ്, അങ്ങനെയൊക്കെയുള്ള എഴുത്ത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നതൊക്കെ
MD-യുടെ ശേഷമാണ്. MD എഴുതി തുടങ്ങിയതിന് ശേഷം ഇപ്പം നമ്മൾ ഈ സുഹൃതം സംസാരിച്ചു, അതുപോലെ തന്നെ സതയത്തെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന് ഒരു വൈകുന്നേരം വരെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികളിൽ ഞാൻ അത്രത്തോളം വാസ്റ്റായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ രണ്ടാം ഊഴം ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാം ഊഴം എന്നെ സംബന്ധിച്ചിടത്തോളം 2 തവണ വായിച്ചപ്പോൾ മാത്രമാണ് അതിന്റെ എന്തെങ്കിലും മഹാഭാരതത്തെ കുറിച്ച് അറിയാവുന്നുള്ളവർ വായിച്ചാൽ, മഹാഭാരതം എന്ന ഇതിഹാസ കൃതി അറിയാവുന്നുള്ളവർ വായിച്ചാലേ രണ്ടാം ഊഴം. അല്ല, ഇതിഹാസം ശരിക്കും തിരുത്തി കുറിക്കുക, ഒരാളും ചിന്തിക്കാത്ത രീതിയിൽ ഭീമനെ ഭീമനെ കേന്ദ്ര കഥാപാത്രം അപ്രസക്തരായ, സമൂഹത്തിൽ അപ്രസക്തരായവരെ പ്രസക്തരാക്കുക എന്ന ഒരു എഴുത്തിന്റെ രീതിയാണ് അദ്ദേഹം. എല്ലായിടത്തും എല്ലായിടത്തും തഴയപ്പെട്ടവരെ ആണ് അദ്ദേഹം എഴുത്തിലൂടെ. ഭീമൻ പല സ്ഥലങ്ങളിലും രണ്ടാമനാണ്, എല്ലായിടത്തും രണ്ടാമനായി. അതായത് അത് ഞാൻ വിസ്തരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരല്പം സമയം അതിന് വേണ്ടി വരും. അതായത് രണ്ടാം ഊഴം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഭാര്യയാണ്. ദ്രൗപദി എന്ന പാഞ്ചാലിയാണ് അവരുടെ ഭാര്യ. ഈ ദ്രൗപദിയെ ഭാര്യയായി കൊണ്ടുവരുമ്പോൾ ദ്രൗപദിക്ക് മനസ്സുകൊണ്ട് എന്നും ഇഷ്ടം ആരോടെന്നറിയോ? അർജുനന്റെ കൂടെയാണ്. അപ്പോ ഈ രണ്ടാം ഊഴക്കാരനായ ഭീമൻ ആദ്യം ധർമ്മപുത്രരുടെ കൂടെ കുറച്ചാൾ ഇവർ ഭാര്യയായി താമസിക്കുന്നു, പിന്നെ ഭീമനോട് താമസിക്കുന്നു. അപ്പൊ ഭീമന്റെ കായിക ബലത്തിലാണ് അവർക്ക് ഇഷ്ടം. ഭീമനെ കൊണ്ട് കായികമായിട്ടുള്ള, പിന്നെ ഭീമൻ ഒരു നല്ല പാചകക്കാരനാണ്. ഭീമനാണ് ലോകത്തെ ഏറ്റവും നല്ല അവിയൽ വെക്കുന്നത് എന്നാണ് പറയുന്നത്. ഭീമനാണ് ഏറ്റവും നല്ല അവിയൽ പാചകക്കാരൻ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ളത്. അപ്പൊ അങ്ങനെ ഭീമനെ സംബന്ധിച്ച് ഭീമൻ ഒരു രണ്ടാമനായതുകൊണ്ട് താൻ എപ്പോഴും ഒരു രണ്ടാമനാണോ എന്നുള്ള ഒരു സ്വയംബോധം. ഭീമൻ ശരിക്കും ദ്രൗപദിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, കല്യാണ സൗഗന്ധികം പൂപറിക്കാൻ പോയി, പോയത്, പിന്നെ മുടി കഴുകാൻ, രക്തത്തിൽ ആ ശപഥം തീർത്തത് ഭീമനാണ്. കാര്യം ദുര്യോധനന്റെ ഒരുപാട് നിന്നിട്ടും എപ്പോഴും സ്നേഹം അർജുനനോടാണ്. അവസാനം അങ്ങേയറ്റം അർജുനൻ, നമ്മുടെ അഭിമന്യു മരിക്കുമ്പോഴും അവിടെ ഘടോത്കചനും മരിക്കുന്നുണ്ട്. അവിടെ ഭീമന്റെ പുത്രൻ ഭീമൻ എങ്ങനെയാണ് സൈരന്ധ്രിയെ തേടി പോയത്? ഭീമൻ ഒരു രാക്ഷസിയുടെ അടുത്താണ് പോയത്. അതെ അതെ. ഭീമന്റെ ഘടോത്കചന്റെ മരണം തന്നെ പോലെ തന്നെ തന്റെ മകനും തഴയപ്പെടുന്നു എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്ന രീതിയിലേക്കാണ് ആ കഥയുടെ ഒരു പോക്ക്. അതൊരു രാക്ഷസിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. അതെ അതെ. അപ്പോ നമുക്ക് ഇതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ കേവലം ഒരു സുഹൃതവും ഒരു സതയവും മാത്രമല്ല നമ്മുടെ ചർച്ചാ വിഷയമായി ഇതിനകത്ത് വരുന്നത്. അതിൽ നമ്മൾ കൊണ്ടുവന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ട MD. ഇപ്പോൾ ഒരു വേള സത്യം പറഞ്ഞാൽ എനിക്കിത് നല്ല വിഷമമുണ്ട് ആക്ച്വലി. കാര്യം ഞാനൊരു ചെറിയ ഒരു വായനക്കാരൻ, ചെറുതല്ല, ഒരുപാട് വായിക്കുകയും വളരെ കുറച്ച് എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വിഷമമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരിക്കണം എന്നൊരു, നമുക്ക് ചില ആൾക്കാർ ഇങ്ങനെ എന്നും ലോകത്ത്, പ്രേം നസീറിന് നമ്മൾ എന്നും ലോകത്ത് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രേം നസീർ, മധു ഒക്കെ ജീവിച്ചിരിക്കട്ടെ, അങ്ങനെ കവിയൂർ പൊന്നമ്മ, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം പേര് നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ ഉള്ള ഒരു നല്ല പൂവിനെ നമ്മൾ എന്നും വാടാതെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നില്ല. MT എന്ന ആ ഇംഗ്ലീഷ് പദത്തിന് നമ്മൾ സാഹിത്യലോകത്തുള്ളവരും അല്ലെങ്കിൽ ഒരു സാധാരണ, ഇപ്പൊ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയാൽ തന്നെ ചിലപ്പോൾ ചായക്കട നമ്മൾ MD മരിച്ചു പോയി അല്ലേ എന്ന് പറയുമ്പോൾ ചായക്കടക്കാരനും അറിയാം. അതാണ് മലയാളിയുടെ ഒരു സ്വകാര്യ സ്വത്താണ് MT എന്ന 2 അക്ഷരം. അവിടെ നിർമാല്യം തുടങ്ങി, അസുരവിത്ത് തുടങ്ങി, വളർത്തു മൃഗങ്ങൾ തുടങ്ങി, വടക്കൻ വീരകാല തുടങ്ങി, ഇങ്ങനെ നമുക്ക് എണ്ണം പറഞ്ഞ ഒരുപാട് സിനിമകൾ, സുഹൃതം, അങ്ങനെ എത്രയോ 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 മലയാള സിനിമയിലെ കാമ്പുള്ള കഥ. ഇപ്പൊ വിനീതിനെയൊക്കെ മലയാള സിനിമയിൽ കൊണ്ടുവന്ന അദ്ദേഹമാണ്. വിനീത്, മോനിഷ, ജോമോള്, സലീമ എന്നല്ല ആ കുട്ടിയുടെ പേര്, നഗക്ഷരത്തി അഭിനയിച്ച കുട്ടി, സലീമ എന്നുള്ള പേര്. അങ്ങനെ എന്തിനു പറയണം, മറ്റേ മോഹിനി നടി. ആ പരിണയം എന്നൊക്കെ പറയുന്ന സിനിമ എന്ത് നല്ല ഗംഭീര സിനിമയെന്നറിയോ. അപ്പോൾ MDയുടെ പൊൻതൂലികയിൽ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരുന്ന നമ്മുടെ വിഖ്യാത സംവിധായകന്മാരുണ്ട്. ഇപ്പൊ പ്രിയദർശൻ വരെ കാത്തിരുന്നു, ശ്രീകുമാർ മേനോൻ കാത്തിരുന്നു. അവിടെയാണ് സിബി മലയിലിന് കിട്ടിയത്, ഹരികുമാറിന് കിട്ടിയത്. ഹരിഹരൻ വന്ന് കരയുകയാണ്, അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുമ്പിൽ നിന്ന് ഹരിഹരൻ വന്ന് കരയുകയാണ്. ഹരിഹരൻ എന്ന സംവിധായകനെ ആക്കി തീർത്തത് MDയാണ്. മോഹൻലാൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അവിടെ നിൽക്കുന്നത്. മോഹൻലാലിനൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളാവാൻ മോഹൻലാൽ പറഞ്ഞു, ഞാൻ നാടകം കളിക്കാൻ പോയപ്പോ ബോംബെയിൽ നാടകം കളിച്ചു മോഹൻലാൽ. അപ്പൊ ആ നാടകം കാണാൻ വരെ MD വന്നിട്ടുണ്ട്. ഒരു യഥാർത്ഥ കലാകാരനാണ്. മോഹൻലാലൊക്കെ കരയും. കാര്യം മോഹൻലാൽ, ഹരിഹരൻ സാധാരണ ഒരു മരണത്തില് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മരണം ജീവിതം പോലെ തന്നെ, ജനിച്ചാൽ മരിക്കണം, അതങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ മോഹൻലാലിനെ പോലെ ഒരാള് നിൽക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി ഒക്കെ
എല്ലാവരും ഈ എല്ലാം നഷ്ടപ്പെട്ട, അല്ല ഈ പറഞ്ഞ പോലെ ഇപ്പൊ കറക്റ്റ് അത് പറഞ്ഞ പോലെ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ ഫിലോസഫർ ആണെങ്കിൽ പോലും ജിയോസുറ്റ എത്രയോ കഥാപാത്രങ്ങൾ ഇവർക്ക് നൽകിയ ആളാണ്. അത് മാത്രമല്ല മലയാള സിനിമയിൽ ഇപ്പൊ ഓപ്പോൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് MTയുടെ, സേതുമാധവൻ സംവിധാനം ചെയ്ത്, ഞാൻ കണ്ടു, എന്റെ കൊച്ചുമ്പളത്ത് ഞാൻ കണ്ടില്ല, മേനകയൊക്കെ അഭിനയിച്ച സിനിമയാണ്. ഓപ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചി എന്ന അർത്ഥം. ഓപ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്. അപ്പൊ ഏതായാലും നമ്മളിപ്പോ ഈ മരണം ജീവിതം പോലെ തന്നെ, അല്ലെങ്കിൽ പിറവി പോലെ തന്നെ മരണവും ആഘോഷമാണ് എന്ന് MD പറഞ്ഞത്. സ്വർഗം വാതിൽ തുറക്കുന്നു എന്ന് പറയാം. അദ്ദേഹം മരിക്കുന്നത് ക്രിസ്മസിനാണ്. ശരിക്കും അതിലേക്ക് തന്നെ പോകുകയായിരുന്നു. എന്ന് വെച്ചാൽ 91 വയസ്സായി, നമ്മൾ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് കുറച്ച് നാളൊക്കെ കൂടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ അതൊന്നും വേണ്ട, വെന്റിലേറ്ററിൽ വേണ്ട, പൊതുദർശനം വേണ്ട, വിലാപയാത്ര വേണ്ട. അത് യഥാർത്ഥ കലാകാരൻ അങ്ങനെയാണ്. ഇപ്പൊ എത്ര സുഖലോലുപതയിലും ഇപ്പൊ ഞാൻ പറയാം, ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്. 91 വയസ്സായില്ലേ, ഇനി കോട്ടയം പുള്ളിക്കാരൻ തന്നെ. ശരി, ഇതിനകത്ത് ഞാൻ ഒരു സത്യങ്ങൾ പറയാം. അതായത് ഇവരൊക്കെ സിനിമയിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്, വലിയ താരങ്ങളുമായി അടുത്തിട്ടുണ്ടെങ്കിലും ബേസിക്കലി ഇവരൊക്കെ ഒരു കലാഹൃദയമുള്ള, അതാണ് പറഞ്ഞത് എന്നെ പൊതുദർശനത്തിന് വെക്കരുത്. അതാണ് അവരുടെ ആ ഒരു ശരിക്കുള്ള കലാകാരന്റെ മനസ്സെന്ന് പറയുന്നത്. ഏതായാലും MD ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഇദ്ദേഹം ഐശ്വര്യ പറഞ്ഞ പോലെ പത്രങ്ങൾക്ക് ആഘോഷിക്കാൻ, പത്രത്താളുകളിൽ അദ്ദേഹത്തിനെ ആഘോഷിക്കാൻ എന്തായാലും കഴിഞ്ഞില്ല. സുഹൃതം സിനിമയിലെ അദ്ദേഹത്തിനെ ആഘോഷിക്കാൻ, അദ്ദേഹത്തിന്റെ മരണം ആഘോഷിക്കാനായി പത്രത്താളിലേക്കുള്ള സാധനം അവർ കണക്കാക്കി വെച്ചിരുന്നു എങ്കിൽ, ഇന്നും അദ്ദേഹത്തിന് വേണ്ടി കണക്കാക്കി വെച്ചിരുന്നെങ്കിലും അദ്ദേഹം പോയതൊരു അവധി ദിവസത്തിലാണ്. ക്രിസ്മസിന്റെ എന്താണ്, ഇന്ന് പത്രങ്ങൾ ഇല്ലാത്തൊരു ദിവസമാണ്. ഈ പേപ്പറൊക്കെ മാതൃഭൂമിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ നാളെ ഇവരത് ഇറക്കുമായിരിക്കും. ഇറക്കിയാലും ഇന്നത്തേതിന്റെ ഒരു വാലിഡിറ്റി കിട്ടില്ല. ഏതായാലും MD അതിലൂടെ മധുര പ്രതികാരം ചെയ്തു. ഇനി എന്തായാലും അദ്ദേഹം നമ്മളിൽ ജീവിച്ചിരിക്കും. ഞാനിപ്പോ ഗൂഗിളിൽ കയറി വളർത്തുമൃഗങ്ങൾ ഇട്ടിരിക്കുകയാണ് കാണാനായിട്ട്. എനിക്ക് കാണണം. പിന്നെ അങ്ങനെയൊക്കെ കുറെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ നമുക്ക് കാണണം വീണ്ടും വീണ്ടും. അങ്ങനെ MD നമുക്കിടയിൽ ജീവിക്കും എന്ന് തന്നെ അക്ഷരങ്ങൾ ഒരിക്കലും മരണമില്ലാത്ത MD എന്ന മലയാള സാഹിത്യത്തിന്റെ ഒരു പെരുന്തച്ഛൻ തന്നെയാണ്. തീർച്ചയായിട്ടും. പെരുന്തച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പെരുന്തച്ഛൻ എന്ന സിനിമ MDയുടെ സ്ക്രിപ്റ്റ് ആണ്. അതിന്റെ സംവിധായകൻ അജയനാണ്, തോപ്പിൽ ഫാസിയുടെ മകൻ അജയനാണ്. ഒരൊറ്റ സിനിമ അജയൻ ചെയ്തിട്ടുള്ളൂ. ആ സിനിമ ഒരു ക്ലാസിക് സിനിമയാണ്, തിലകന്റെ ക്ലാസിക് പെർഫോമൻസ് ആണ്. ഏതായാലും ഞങ്ങൾ ചർച്ച നിർത്തുന്നു. നന്ദി, നമസ്കാരം.